നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ നാഷിക്കിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് 6 പേരെ കസ്റ്റഡിയിലെടുത്തു. ഒരു നടുക്കുന്ന വാർത്തയായാണ് ഈ സംഭവം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തു വരുന്നത്. ഈ നടുക്കമെന്ന് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിത്യസംഭവങ്ങളാകുന്ന വാർത്തകൾ നമുക്ക് നൽകുന്ന നടുക്കങ്ങളുടെ അളവ് വളരെ കുറവായിരിക്കും ഓരോ സംഭവങ്ങൾ കഴിഞ്ഞു പോകും തോറും. എന്നാലും ഇത് നടുക്കുന്ന വാർത്ത തന്നെയാണ്. അതിലെ കാരണം ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേരുകൾ, അതിൽ 5 പേരുടെ പേരുകളെ ഞാൻ പറയുന്നുള്ളൂ. കാരണം 6ാമത്തെ വ്യക്തി ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരുടെ പേര് മഹാരാഷ്ട്ര പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടുന്നതില്ല. പേരും അറിയാം. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരുടെ പേരുകൾ പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണെന്ന് കരുതിക്കൊള്ളുക. അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരുടെ പേരുകൾ: ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറുഖ് ഖുറേഷി, റാസ മേമൻ, തൗഫീഖ് അത്തർ. സമാധാനക്കാരാണ് 5 പേരും. ഇവർ ചെയ്ത കുറ്റം, ഇവർ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ BPOയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവരിൽ പലരും ഓരോ ടീമുകളുടെ ടീം ലീഡേഴ്സാണ്. ആ ടീമുകളിലെയും അവരുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഹിന്ദു പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇവരുടെ പേരിലുള്ള കുറ്റം. ഇവരുടെ ചൂഷണങ്ങൾക്ക് വിധേയമായ പെൺകുട്ടികൾ 8 പേരോളം മുന്നോട്ട് വന്ന് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഈ നടപടി. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട 6ാമത്തെ വ്യക്തി ഈ BPO സ്ഥാപനത്തിൻ്റെ HR മാനേജറാണ്. അവർ ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ ഇതെല്ലാം ബഹുരാഷ്ട്ര കമ്പനികളിൽ സർവ്വസാധാരണമായി നടക്കുന്നൊരു പ്രക്രിയയാണ് എന്ന് വളരെ നിസ്സാരമായി പറയുകയും അതേ തുടർന്നാണ് അവരുടെ പേരിൽ കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും മഹാരാഷ്ട്ര സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി ഇവർക്കും ഈ ചൂഷണത്തിൽ പങ്കുണ്ടെന്ന് തെളിയുകയും അവരുടെ പേരിൽ ഒരു FIR തയ്യാറാക്കപ്പെടുകയും അവരെ പ്രതിയായി ഈ പട്ടികയിൽ ചേർക്കുകയും ചെയ്തു. അവരുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ 5 പേരുടെ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ. ആ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. പേര് മാധ്യമങ്ങൾക്കറിയാം, എന്നാൽ പോലും ഈ തൽക്കാലം പുറത്തു വിടണ്ട എന്നാണ് നിയമപരമായിട്ടുള്ള ഉപദേശം. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ഒരു ചൂഷണം നടുക്കുന്നൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ നടുക്കത്തിൻ്റെ അളവ് കുറവായിരിക്കും ഓരോ സംഭവങ്ങളും ഇത്തരത്തിൽ കേൾക്കുമ്പോഴെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരു ശൃംഖലയാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളോട് അവർ ആ വിവരം പങ്കുവെക്കുകയും ചെയ്തു. ഓഫ് ദി റെക്കോർഡായി അവർ പറഞ്ഞത്, ഓഫ് ദി റെക്കോർഡെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി അവർ മാധ്യമങ്ങളോട് പങ്കുവച്ച വിവരം, രാജ്യമാകമാനം ഇത്തരം ശൃംഖലകളിൽ അല്ലെങ്കിൽ ഇത്തരം BPOകളിലും ബഹുരാഷ്ട്ര കമ്പനികളുടെ കോൾ സെൻറ്ററുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരു ജിഹാദെന്ന് തന്നെ വേണമെങ്കിൽ അതിനെ വിളിക്കാം എന്ന് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്ന വിവരം. ഇനി ഈ വിഷയത്തിൽ BPOയുടെ പേര് പല മാധ്യമങ്ങളും, ദേശീയ മാധ്യമങ്ങൾ പോലും നിർഭാഗ്യവശാൽ മറച്ചു വയ്ക്കുന്നുണ്ട് ഏത് BPOയുടെ ആണെന്ന്. ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് ഈ BPO നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതി. ഈ വിവരം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നത് ഷെഫാലി വൈദ്യയെ പോലുള്ള BJP നേതാക്കളാണ്, അല്ലെങ്കിൽ ദേശീയ നേതാക്കളാണ്. അവർ ഇത്തരത്തിലുള്ള ജിഹാദുകൾക്കും ഭീകരവാദികൾക്കുമെതിരെ നിരന്തരമായി ഒരു അക്ഷീണമായ പ്രവർത്തനങ്ങൾ നടത്തുന്നൊരു വ്യക്തിയാണ് ഷെഫാലി വൈദ്യ. അവരെപ്പോലുള്ളവരും മിസ്റ്റർ സിൻഹ എന്നൊരു ട്വിറ്റർ ഹാൻഡിലുണ്ട്. നിങ്ങളൊന്ന് എക്സിൽ, ഇപ്പോൾ എക്സ് മുൻപ് ട്വിറ്റർ, മിസ്റ്റർ സിൻഹയുടെ ഹാൻഡിലുകളിലുമൊക്കെയായി നടത്തിയ അന്വേഷണങ്ങളിലൂടെ ഇത് TCSൻ്റെ BPO ആണെന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്ന വിവരം. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിത്യസംഭവങ്ങളാവുമ്പോൾ അവ നമുക്ക് സമ്മാനിക്കുന്ന നടുക്കങ്ങളുടെ അളവ് കുറഞ്ഞു വരും അനുദിനം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. രാജ്യമാകമാനം ഇത്തരത്തിലുള്ള ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് SITക്ക് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം ഇത് കേൾക്കുമ്പോൾ നമ്മൾ കേരളീയർക്ക് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യക്കാർക്ക് വലിയ നടുക്കമൊന്നും തോന്നേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി മനസ്സിൽ വരാം. കാരണം പ്രത്യേകിച്ച് മലയാളി എപ്പോഴും എന്തൊരു സംഭവം നടന്നാലും, ഏതൊരു ഭീകരവാദ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വാർത്തകൾ വായിച്ചാലും, അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുവാൻ കഴിഞ്ഞാലും, അല്ലെങ്കിൽ എക്സിലൂടെ അറിയുവാൻ കഴിഞ്ഞാലും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയുവാൻ കഴിഞ്ഞാലും, നമ്മുടെ മനസ്സിൽ ഒരു ഉപബോധ മനസ്സിലെങ്കിലും കൃത്യമായിട്ട് ഉപരിതലത്തിലേക്ക് ആ ചിന്ത വരില്ല. എന്നാൽ പോലും
ഉപബോധ മനസ്സിലുള്ള ഒരു തോന്നൽ ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സംഭവിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ശൃംഖലകളുടെ പ്രവർത്തനം ഇതൊരു ബഹിരാഷ്ട്ര കമ്പനികളുടെ ഓഫീസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല. 2023 കർണാടകയിൽ മൈനോറിറ്റി ഗേൾസ് ഹോസ്റ്റലിൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ച ഒരു സലീം അലി അറസ്റ്റിലായിരുന്നു 2023. അതേ 2023 തന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ, ഹിന്ദു പെൺകുട്ടികളുടെയും ക്രിസ്ത്യൻ പെൺകുട്ടികളുടെയും മുറികളിലെ ശൗചാലയങ്ങളിൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ച ആ ദൃശ്യങ്ങൾ അവരുടെ ആൺ സുഹൃത്തുക്കൾക്ക്, സമാധാനക്കാർക്ക് കൈമാറുന്ന ഒരു കേസ് ഉയർന്നു വന്നിരുന്നു. അതേ സംബന്ധിച്ച് ഉള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നു. അന്ന് തന്നെ അവരെ സംരക്ഷിക്കുവാനായി നിരവധി ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരുന്നു. ഇതൊന്നും വലിയ പ്രശ്നമാക്കരുത്, ഇതൊരു മതത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കരുത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ എന്നൊക്കെയുള്ള ന്യായീകരണം ഉയർന്നു വന്നിരുന്നു. ഇനി നമ്മുടെ നാട്ടിലേക്ക് എത്തിയാൽ 2008 കായംകുളത്ത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥിനികൾ, +2 വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് പ്രതികളായവർ SDPI ബന്ധമുള്ളവരായിരുന്നു. പോപ്പുലർ ഫ്രണ്ടും SDPIയുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെട്ട് ആ കേസ് തേച്ചു മാച്ച് കളഞ്ഞതിനെ തുടർന്ന് ഈ അടുത്ത കാലത്ത് അവർ കുറ്റവിമുക്തരായി സ്വതന്ത്രരായി പുറത്തിറങ്ങി. ഈ സംഭവങ്ങളുടെ ഒരു തുടർ ശൃംഖല, ഇതിൻ്റെ ഒരു ക്രമം അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും, രാജ്യമാകമാനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ഇതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. 2008 ഈ സംഭവം ആദ്യമായിട്ട് കായംകുളത്ത് തുടങ്ങിയതാണോ ആദ്യത്തെ സംഭവം? അല്ല. വളരെ പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമെന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന അജ്മീർ ഷെരീഫ് ദർഗയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, മഹാരാഷ്ട്രയിലുള്ള. ആ ദർഗയെ കേന്ദ്രീകരിച്ച് തന്നെ 80കളിലും 90കളിലും ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള അല്ലെങ്കിൽ ആപത്കരമായിട്ടുള്ള, വളരെ ലജ്ജാകരമായിട്ടുള്ള, നമ്മുടെ സമൂഹത്തിന് തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട തരത്തിലുള്ള ചൂഷണം, അതും വ്യാപകമായിട്ട് 100 കണക്കിന് ഹിന്ദു പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി അവരുടെ ചിത്രങ്ങൾ പകർത്തി, അന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളോ ഡിജിറ്റൽ ക്യാമറകളോ ഒന്നുമില്ലാത്ത കാലത്ത് പോലും അവരുടെ ചിത്രങ്ങൾ പകർത്തി, ആ ചിത്രങ്ങൾ ഫോട്ടോ ഡെവലപ്പ് ചെയ്യണമല്ലോ, അന്ന് ഫിലിം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡിയോയിൽ കൊടുത്തത് ആരോ കണ്ട് അതിനെ സംബന്ധിച്ച് ഉള്ള അന്വേഷണങ്ങൾ അവിടെ നിന്ന് തുടങ്ങുകയും, എന്നാൽ ഈ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലർ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടു എന്ന് ആദ്യകാലത്ത് പുറത്തു വന്ന വിവരങ്ങൾ പിന്നീട് അതുകൊണ്ട് മാത്രമല്ല, ഈ അജ്മീർ ദർഗ ഉണ്ടല്ലോ, അജ്മീർ ഷെരീഫ് ദർഗയുടെ ചിസ്തി എന്ന് പറയും, അവിടുത്തെ ഈ മതപണ്ഡിതന്മാരോ മൗലവിയോ അത്തരത്തിലുള്ള ആളുകളാണ്. ആ ദർഗയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണ ചുമതലയുള്ള ആളുകൾ, അവർ തന്നെ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കേസിലെന്ന് വിവരങ്ങൾ പുറത്തു വരികയും അതേ തുടർന്ന് ഇത് തേച്ചു മായ്ച്ച് കളയുവാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരു നീണ്ട കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു 90കൾ മുതൽ ഒരു 2018 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും മാധ്യമങ്ങൾക്ക് നൽകാതിരിക്കുവാൻ നിയമവ്യവസ്ഥ ശ്രദ്ധിച്ചിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം ഈ ഷെഫാലി വൈദ്യയെ പോലുള്ളവരുടെ ശ്രമഫലമായിട്ട് ഈ വിവരങ്ങൾ പുറത്തു വരികയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് അവിടെ നടന്നിരുന്നത്. ഒരു ഭീകരവാദം തന്നെയാണ്. ഒരു സമൂഹത്തെ, ഹൈന്ദവ സമൂഹത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് അവിടെ നടന്നിരുന്നത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പൊതുമണ്ഡലങ്ങളിൽ ലഭ്യമാണ്. അത് സംബന്ധിച്ചുള്ള പുനരന്വേഷണങ്ങളും ഈ അന്ന് ചെറിയ ശിക്ഷ വാങ്ങിയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാതെയോ രക്ഷപ്പെട്ടു പോയവരെ വീണ്ടും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും എല്ലാം ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് അജ്മീർ ഷെരീഫിൻ്റെ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചത്. അജ്മീർ ഷെരീഫ്, കായംകുളം, കർണാടക, മഹാരാഷ്ട്ര, ഇതിങ്ങനെ ഒരു ശൃംഖലയായി പടർന്നു കിടക്കുകയാണ്. അജ്മീർ ഷെരീഫിലെ ചിസ്തിയും ഇപ്പോൾ അറസ്റ്റിലായ ഈ ആസിഫ് അൻസാരിയും തമ്മിൽ നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏതോ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ നമ്മുടെ കൗമിൻ്റെ ആൾക്കാരാണ് ഇവരെല്ലാം എന്നുള്ളൊരു ശൃംഖല, ഒരു ബന്ധം ഇവർ തമ്മിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഈ കർണാടകയിലെ ഇത്തരത്തിലുള്ള ഹോസ്റ്റലിൽ, അത് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട
പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഒളിക്യാമറ ഒളിപ്പിച്ച് വെച്ച കേസാകട്ടെ, അത് കഴിഞ്ഞ് സഹപാഠികൾ തന്നെ, വിദ്യാർത്ഥിനികൾ തന്നെ, ഒരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ ഹിന്ദു വിദ്യാർത്ഥിനികളുടെ ശൗചാലയങ്ങളിൽ, മുറികളിലെ ശൗചാലയങ്ങളിൽ ക്യാമറ ഒളിപ്പിച്ച് വെച്ച വിഷയത്തിലാവട്ടെ, ഈ കുറ്റവാളികളെ പിന്തുണയ്ക്കുവാനായിട്ടുള്ളൊരു സമൂഹം അവരുടെ പിന്നിൽ അണിനിരന്നിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ TCSൽ നിന്ന് ഈ 5 ക്രിമിനലുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, ഈ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവർക്ക് പിന്തുണയുമായി പോലീസ് സ്റ്റേഷൻ പരിസരത്തും പിന്നീട് കോടതി പരിസരത്തും തടിച്ചുകൂടിയത് ഏതാണ്ട് 500-ലധികം ആളുകളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസ് ഈ നീക്കങ്ങൾ നടത്തിയത്. അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ 500-ലധികം ആളുകൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് സംഘടിതമായി പോലീസ് സ്റ്റേഷനിലും മജിസ്ട്രേറ്റ് കോടതിയിലും എത്തി എന്നുള്ളത് അറിയുമ്പോൾ തന്നെ എത്ര ഭയാനകമാണ് അവസ്ഥ എന്ന് വ്യക്തമാകേണ്ടതാണ്. അത് വ്യക്തമാക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത്രയും സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ പറഞ്ഞത്. ഇനി മറന്നു പോകാതിരിക്കുവാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഇതേ സംഭവത്തിൻ്റെ പുനരാവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ കുംഭമേള പെൺകുട്ടി എന്നുള്ള മൊനാലിസ ഭോസ്ലെ ഉണ്ടല്ലോ. ഇനി മുതൽ ആ പെൺകുട്ടിയുടെ പേരോ ചിത്രമോ പറയുന്നതല്ല. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ആ പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുവാൻ മുൻപിൽ നിന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും MP ഒക്കെയാണ്. അവർ ഇത്തരം ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നിട്ട് ഇപ്പോൾ തടിയൂരുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതും കായംകുളത്തെ സംഭവം 2008 നടന്ന സംഭവവുമായി ചേർത്ത് വായിക്കുക. അന്നും SDPI ഭീകരവാദികളെ സംരക്ഷിക്കുവാൻ CPIM മുന്നിട്ടിറങ്ങിയിരുന്നു. ഇനി ഇപ്പോൾ ഈ കുംഭമേള പെൺകുട്ടിയുടെ സംഭവം മഹാരാഷ്ട്രയിലാണ് അവരുടെ മാതാപിതാക്കൾ എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പരാതി നൽകുവാനും അതേ തുടർന്നുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് സാധിച്ചു. കേരളത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നിരുന്നതെങ്കിൽ എവിടെ പോയി പരാതി നൽകും? CPIM പൂർണ്ണമായി മുന്നിട്ട് നിന്ന് നടത്തിക്കൊടുത്ത ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ വിവാഹത്തിന് എതിരെ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ പരാതി നൽകും? എന്ത് ചെയ്യുവാൻ സാധിക്കും നിസ്സഹായരായ മാതാപിതാക്കൾക്ക്? ആ ഒരു ചോദ്യം പ്രേക്ഷകരുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തായാലും നാഷിക് സംഭവത്തിൻ്റെ ഒരു വികാസം സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് തത്വമയി ന്യൂസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ ആ വിവരങ്ങളും അവതരിപ്പിക്കുന്നതാണ്. അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളും ചർച്ചകളും നമുക്ക് തുടരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.